ഒരു നിവേദനം അങ്ങോട്ടൊന്ന് കൊടുക്കാൻ. സുരേഷ് ഗോപിക്ക് ആദ്യത്തെ നിവേദനമായിട്ട് ഒരു അമ്മ വന്നിട്ടുണ്ട്. എവിടെ നിന്നാ വരുന്നത്? പത്തനാപുരത്തുനിന്ന്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുനിന്ന് വരുക. ജയിച്ചെന്ന് അറിഞ്ഞ ഉടനെ അല്ല, ഇന്നലെ വന്ന് ജയിക്കുമെന്ന് എനിക്ക് ഇന്നലെ അറിയാമായിരുന്നു. ഇന്നലെയല്ല, ഇലക്ഷന് നിന്നപ്പോഴേ അറിയാമായിരുന്നു ജയിക്കുമെന്ന്, ഉറപ്പായിരുന്നു. രാവിലെ ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലും പോയി. ഇന്നലെ ഞാൻ സ്റ്റാൻഡിൽ വന്ന് കിടക്കുമായിരുന്നു. മറ്റേ എവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലും പോയി. താഴത്തെ അമ്പലം എന്തുവാ, പാറമേക്കാവിൽ പോയി. മറ്റേ വേറെ ഒരു അമ്പലം അല്ല, വേറെ തിരുവമ്പാടി പോയി. അത് എനിക്ക് അന്നേ അറിയായിരുന്നു, ഞാൻ സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചില്ല, വിശപ്പ് വന്നില്ല. ഇന്ന് സുരേഷ് ഗോപി ഇവിടെ വരില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇന്ന് പോയില്ലെങ്കിൽ എങ്ങനെ? ഞാൻ ഇന്നലെ സാറേ എന്താ പ്രശ്നം? എന്താ മേഡം? വീട് വെച്ചു, വീടില്ലത് ഇതുവരെ ചോരുന്ന വീടായിരുന്നു. ഇപ്പൊ ഞാൻ വീട് വെച്ചപ്പോ അത് അടയ്ക്കാൻ നിവർത്തിയില്ല. ലോൺ അടയ്ക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. മോനുണ്ട്, മോനും അതിനിതൊക്കെ പ്രാപ്തിയില്ല. അതങ്ങോട്ട് നടക്കുന്നില്ല. ശമ്പളമൊക്കെ കുറവാ, അതുകൊണ്ട് അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഒന്ന് പരിഹരിച്ചു തരണം. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പോഴല്ല, ഇലക്ഷൻ നിന്നപ്പോ മുതൽ പ്രാർത്ഥനയാ സുരേഷ് ഗോപി സാറ് ജയിക്കണേന്ന്. നല്ല മനുഷ്യനായതുകൊണ്ടാ. ഇത് മലയാളി വാർത്തയുടെ മാത്രം എക്സ്ക്ലൂസീവാണ്. അതായത് ആദ്യമായിട്ട് സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനായി കൊല്ലത്ത് നിന്ന് ഇന്നലെ രാത്രി മുതൽ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് നടക്കുന്ന ഒരു അമ്മയാണിത്. അതായത് സുരേഷ് ഗോപി ജയിക്കും എന്ന് പൂർണ്ണ വിശ്വാസം ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഈ അമ്മ ഇവിടെ വന്ന് നിന്നത്. ഇപ്പൊ ആ നിവേദനം കൈമാറാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ നിവേദനം ഇത് ആരെല്ലാം കൊടുക്കേണ്ടേ? ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാനായിരുന്നു. ഞാന് പത്തനാപുരത്ത് പോണോ എനിക്ക്, അതുകൊണ്ട് സുരേഷ് ഗോപി കാണാൻ ഇന്നലെ വന്നത് ഒന്ന് കഴിച്ചില്ല. അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റാൻഡിൽ കിടക്കുമായിരുന്നു. പത്തനാപുരത്തുനിന്ന് വരുക, കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുനിന്ന് വരുക. എന്റെ പേര് സരയുദേവി എന്നാ. സിനിമയിലൊക്കെ ഉണ്ട്, ലൂസിഫറിലൊക്കെ ഉണ്ട്. അപ്പൊ അന്നേരം അങ്ങനെയും കൂടെ സുരേഷ് ഗോപി സാറുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ സാറ് ജയിക്കുമെന്നുള്ള നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. അന്ന് മുതല് പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെ ജയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. വിശക്കുന്നുണ്ട്, എന്നാലും എനിക്ക് ഇപ്പൊ നിവേദനം കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇതൊന്ന് കൊടുത്ത. ഞാൻ ഇന്നലെ രാവിലെ സ്റ്റാൻഡിൽ വന്നു, അവിടെ അങ്ങ് തങ്ങി. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ വരുവാന്നേ ക്ഷീണമല്ലയോ. അതിന് ഇന്നലെ ഞാൻ തിരിച്ചവിടുന്നു പത്തനാപുരത്തുനിന്ന് ഒറ്റയ്ക്ക് ട്രെയിനിൽ വന്ന് പുനലി വന്ന് സുരേഷ് ഗോപി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. അയ്യോ, അത് പണ്ടേ ഉറപ്പാ, ഇപ്പോഴല്ല. അതൊരു സ്നേഹമുണ്ട്. അതെന്തുവാന്ന് എനിക്കറിയത്തില്ല, ഒരു സ്നേഹമുണ്ട്. അത് നടന്നു. അതിലെനിക്ക് ഒത്തിരി ഒത്തിരി ആശ്വാസമുണ്ട്. എന്നാ ശരി. ഫുഡ് വേണോ? ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും ഫുഡ് അറേഞ്ച് ചെയ്ത് ശകലം ഉണ്ടാക്കി തരണേ എനിക്ക്. സുരേഷ് ഗോപി കാണാനായിട്ട് വന്നതല്ലേ? കാണാനും പറ്റിയില്ല. നാളെ രാവിലെ വരും. പക്ഷെ അമ്മയ്ക്ക് അതുവരെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇന്നങ്ങ് പോകണ്ടായോ. രാവിലെ വന്ന് എങ്ങനെ കാണാം? അല്ല, ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ കിടന്നോട്ടെ. അപ്പൊ നാളെ രാവിലെ, അപ്പൊ നാളെയും കൂടി ഈ വേഷം അനീഷിനെ കാണാൻ പറ്റും. ഒന്ന് കാണിക്കാവോ? ഇതാണോ റൂമ? അവിടെ നമുക്ക് കയറാൻ പറ്റുമോ? അമ്മ വരൂ. അത് കൊടുത്തു. ഇവിടെയല്ലേ കൊടുക്കേണ്ടത്? പുള്ളിയെ കാണാൻ പറ്റുമോ? കയറി കാണാൻ പറ്റുമോ? ഇല്ല. എവിടെ പോയി? ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇന്നലെ മുതൽ സുരേഷ് ഗോപി കാണാൻ വേണ്ടി വടക്കേ സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ്. ഫുഡ് എന്തെങ്കിലും കൊടുക്കുക. അമ്മ ഇരുന്നോളൂ, അവര് ഫുഡൊക്കെ ശരിയാക്കി പത്തനാപുരത്ത്, കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ആദ്യത്തെ നിവേദനമാണ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ. അമ്മ ഇരുന്നോളൂ. മറ്റേ അക്കൗണ്ടിങ്ങിന് പോയവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടോ?
എന്തായാലും ആദ്യത്തെ നിവേദനവുമായി കൊല്ലത്ത് നിന്നാണ് ഒരു അമ്മ എത്തിയത്. ആ അമ്മയുടെ ആദ്യത്തെ നിവേദനം അല്ലെങ്കിൽ ആദ്യത്തെ പരാതി തന്നെ സുരേഷ് ഗോപി കേൾക്കട്ടെ, അതിന് പരിഹാരം കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ രാജു ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശ്രീകരൻ.